താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം ചട്ടവിരുദ്ധമാണെന്നും ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. ഹൈക്കോടതി വിധിക്കെതിരായ ഗവർണറുടെ ഹർജിയിലാണ് സർക്കാർ നിലപാടറിയിച്ചത്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, സർക്കാർ നൽകിയ പാനൽ തള്ളിക്കൊണ്ടായിരുന്നു താൽക്കാലിക വിസിമാരെ ഗവർണർ നിയമിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യാന്തലും താൽക്കാലിക വിസി നിയമനത്തിൽ കേരള ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. നമുക്കറിയാം, ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗവർണർ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. ഈ ഹർജിയിലാണ് കേരളം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം ചട്ടവിരുദ്ധമെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ കൃത്യമായി വ്യക്തമാക്കിയതാണ്. കാരണം താൽക്കാലിക വിസി നിയമനത്തിൽ ഒരു വിജ്ഞാപനം പുറത്തിറക്കണമെന്ന്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പാനൽ നൽകിയെങ്കിലും ആ പാനലിന് പുറത്തു നിന്നായിരുന്നു ഗവർണർ വീണ്ടും സിസ തോമസിനെയും അതുപോലെ തന്നെ ശിവപ്രസാദിനെ അടക്കം പുനർനിയമിച്ചത്. ഇത് ചട്ടവിരുദ്ധമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഉത്തരവ് റദ്ദാക്കണം. കാരണം സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക എന്ന് കഴിഞ്ഞ തവണ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ തർക്കത്തിലേക്ക് കേരളം അതുപോലെ തന്നെ ഗവർണർ പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്ഥിര വിസി നിയമനത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടാകണമെന്നായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരും ഗവർണറും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കൂടി സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ തന്നെ താൽക്കാലിക വിസിമാരെ നിയമിക്കുന്നതിൽ ഒരു വിജ്ഞാപനം ഇറക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു പട്ടിക നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഈ പട്ടികയ്ക്ക് പുറത്തു നിന്നായിരുന്നു വീണ്ടും സിസ തോമസിനെയും അതുപോലെ തന്നെ ശിവപ്രസാദിനെ അടക്കം ഗവർണർ പുനർനിയമിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്തായാലും ഇത് ചട്ടവിരുദ്ധമാണ്, ഇത് റദ്ദാക്കണമെന്ന് തന്നെയാണ് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി ഇനി എപ്പോഴാണ് പരിഗണിക്കുക കോടതി? ദിവ്യ, എന്നായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഈ ഹർജികൾ സുപ്രീം കോടതി നിർദ്ദേശങ്ങളടക്കം നൽകിയതിനു ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജികൾ പരിഗണിക്കാമെന്നതാണ് വ്യക്തമാക്കിയത്. എന്തായാലും അടിയന്തരമായി ഇത്തരത്തിൽ ഇത് കോടതിയിൽ ഉന്നയിക്കുമോ എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും കൃത്യമായി 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ആദ്യം ഗവർണർ സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരം വിസിമാരെ നിയമിക്കുവാൻ നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തത്. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഗവർണറും യോജിച്ച് പ്രവർത്തിക്കണം. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ സുപ്രീം കോടതി നേരത്തെ കർശനമായ നിർദ്ദേശങ്ങളടക്കം സുപ്രീം കോടതി ഗവർണർക്ക് നൽകിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം വിസിമാരെ നിയമിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു ശക്തമായ വിമർശനം തിരിച്ചടി തന്നെ കോടതിയിൽ നിന്ന് ഗവർണർക്ക് ഉണ്ടാകാനല്ലേ സാധ്യതയുള്ളത്? ഒരു വലിയ വാദപ്രതിവാദത്തിലേക്ക് ഒരുപക്ഷേ കേസ് പോയേക്കും. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കാരണം അത് പ്രധാനമായും ഇങ്ങനെയായിരുന്നു: ചാൻസലറും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ യോജിപ്പുണ്ടാക്കണം, ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത്, സ്ഥിരം വിസി നിയമനത്തിലുള്ള നടപടികൾ എടുക്കണം, അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്ഥിരം വിസി നിയമനം വരെ നിലവിലുള്ളവർക്ക് തുടരാം, അതിനായി ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കണമെന്നതായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു പട്ടിക നൽകുകയും പക്ഷേ ആ പട്ടിക പരിഗണിക്കാതെ അതിന് പുറത്തു നിന്നുള്ളവരെ വീണ്ടും ഇത്തരത്തിൽ ഗവർണർ നിയമിക്കുകയുമായിരുന്നു. അത് തീർത്തും ചട്ടലംഘനം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ വലിയ വിമർശനങ്ങളിലേക്കൊക്കെ സുപ്രീം കോടതി പോകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഹർജി പരിഗണിക്കുവാൻ എന്നായിരിക്കും ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരിക എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ ഇത്തരത്തിലുള്ള ഉത്തരവ് റദ്ദാക്കണം, ഇത് തീർത്തും ചട്ടവിരുദ്ധമെന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലുടനീളം വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ ഗവർണറുടെ നടപടിക്കെതിരെ ഉയർത്തിരുന്നു. SFI അടക്കം വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും സംസ്ഥാന സർക്കാർ കൂടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചട്ടവിരുദ്ധമായിട്ടാണ് ഗവർണർ ഇത്തരത്തിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ചിരിക്കുന്നതിൽ ഒരു റദ്ദാക്കൽ ഉണ്ടാക്കണം, അതിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിവ്യ.